മീര ഓടി വന്ന് ദേവിയമ്മയെ കെട്ടിപ്പിടിച്ചു. മീര ആ കുടുംബത്തിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു. നഴ്സിംഗ് പഠനം കഴിഞ്ഞ് ജോലി കിട്ടി നിൽക്കുന്ന അവൾക്ക് നല്ല ധൈര്യവും കാര്യപ്രാപ്തിയുമുള്ള കൂട്ടത്തിലാണ്. നാട്ടിൽ പരക്കുന്ന വാർത്തകളൊന്നും അവൾ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നില്ല. തന്റെ പ്രിയപ്പെട്ട കിരണേട്ടൻ ഇങ്ങനൊന്നും ചെയ്യില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. കരഞ്ഞു കലങ്ങിയ ദേവിയമ്മയുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറി. ഞാൻ എല്ലാം അറിഞ്ഞു അമ്മായി. പക്ഷേ കിരണേട്ടനെ എനിക്ക് ചെറുപ്പം മുതലേ അറിയുന്നതല്ലേ. ഏട്ടന് എന്തോ ഒരു വിഷമമുണ്ട്. അത് കണ്ടെത്താതെ നമ്മൾ ഇങ്ങനെ തളർന്നിരുന്നാൽ ശരിയാവില്ല. ഞാൻ കരയാതിരിക്കാൻ പറ്റുമോ മോളെ? രണ്ട് പെൺകുട്ടികൾ ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഇനിയുള്ള ആലോചന വന്നാൽ തന്നെ ആരെങ്കിലും ഈ പടി ചവിട്ടുമോ? എന്റെ കാലം കഴിഞ്ഞാൽ എന്റെ മോനെ ആര് നോക്കും? ആലോചിക്കുമ്പോൾ നെഞ്ചു പൊട്ടുകയാ. ദേവിയമ്മ വിതുമ്പലോടെ പറഞ്ഞു. പെട്ടെന്നാണ് മീര അത് പറഞ്ഞത്. അമ്മായി വിഷമിക്കേണ്ട. ഒരു തീരുമാനം കൂടി